അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. നമ്മുടെ ആദ്യത്തെ ഇന്നർ സർക്കിൾ കോളിലാണ് നാം ഉള്ളത്. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ഒരു യെസ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഇതിപ്പോ ഒരു ചെറിയ കൂട്ടമാണ്, സത്യത്തിൽ നമ്മുടെ ഒരു ചെറിയ കൂട്ടമാണ്. നമ്മുടെ ഈ ചെറിയ കൂട്ടത്തിനെ കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട്. ഒരു ദിവസം നമ്മളുടെ ഈ കമ്മ്യൂണിറ്റി ഒരു വലിയ കൂട്ടമായി മാറും ഇൻഷാ അല്ലാഹ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ. കാരണം ഏകദേശം 40 ലക്ഷത്തോളം മലയാളികൾ, പ്രവാസികളായ മലയാളികൾ, NRKകൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. ആ 40 ലക്ഷത്തോളം വരുന്ന ആളുകളിൽ ഏകദേശം കുറഞ്ഞതൊരു 10% ആളുകൾ വീടുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിലൊരു വലിയ പെയിൻ പോയിന്റ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വീടിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഗൾഫിൽ കുറേ നാൾ നിന്നിട്ടും ബാക്കിയൊന്നും വെച്ചിട്ടില്ല എന്ന കാര്യം സംസാരിക്കുമ്പോൾ എല്ലാ പ്രവാസികളും അത് ശ്രദ്ധിക്കുന്നവരാണ്. അവർക്കൊക്കെ ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. പ്രവാസിത്വത്തിൽ നമ്മൾ ഒരു വലിയ പോയിന്റായി വെച്ചിരിക്കുന്നത് വീട് തന്നെയാണ്. പക്ഷേ വീട് മാത്രമല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് കുറേ വിഷയങ്ങളുണ്ട്. നമ്മൾ വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക് ഒരു വളരെ ഡീപ്പായിട്ടൊരു കാര്യം പറഞ്ഞു. എന്നോട് പറഞ്ഞു, സലീം, ഈ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു കോമൺ പ്രശ്നമായിട്ട് അദ്ദേഹം എത്രയോ കേസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണമെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, വർഷങ്ങൾ ഗൾഫിൽ നിൽക്കും, വർഷത്തിലൊരു ഒരു മാസം അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ 1-2 മാസമാണ് നാട്ടിൽ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിൻ്റെ കൂട്ടത്തിലൊക്കെ ഒരാൾക്ക് കിട്ടുന്നത്. അപ്പം ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പൈസ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അവർ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും ആ പൈസ കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. കുട്ടികൾ മുതിർന്നു വരുമ്പോഴേക്കും അവർക്ക് ഉമ്മയെ കൈകാര്യം ചെയ്യാനൊക്കെയുള്ള അറിവൊക്കെ ആവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളൊന്ന് തിരിച്ചു പോകേണ്ട സമയമൊക്കെ ആയി കഴിയുമ്പോൾ, നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ഇനി സാമ്പത്തികമായിട്ട് അത്യാവശ്യം സെറ്റിൽ ആണെങ്കിൽ പോലും നമ്മൾ പ്രവാസ ലോകത്തിൽ നമ്മൾ ജീവിച്ച ഒരു ജീവിതമുണ്ട്. ഒരുമാതിരിപ്പെട്ട അധികം ആൾക്കാരും അവർ ജീവിതത്തെ കുറച്ച് കരുതലോടെ കാണുന്നവരാണ്. അങ്ങ് ദൂർത്തായിട്ട് ജീവിക്കുന്നവർ. കാരണം എങ്കിലേ അവർക്ക് മിച്ചം വെക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഈ അടുത്ത വർഷങ്ങളിലേക്ക് പഴയ പോലല്ല, നമ്മുടെ വരുമാനം വളരെ കുറഞ്ഞു. അപ്പോൾ ആ ജീവിതശീലങ്ങളുമായിട്ട് തിരിച്ചു പോകും. പക്ഷെ നാട്ടിൽ അങ്ങനെ ആയിരിക്കില്ല അവർ ശീലിച്ചത്. നാട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ നമുക്ക് പിന്നെ അവർക്കത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ്, നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഇതൊക്കെ ശീലിപ്പിച്ച് നമ്മൾ അവസാനം തിരിച്ചവിടെ ചെന്ന് നിൽക്കുമ്പോൾ, നമ്മൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു, വാപ്പ തിരിച്ചു വന്നിരിക്കുകയാണ്, വാപ്പ കൂടുണ്ട്, ആ സ്നേഹത്തിന്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തിലേക്ക് കയറി കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ ചോദിച്ചു പോകും, സാധാരണ പ്രവാസികൾ ഇങ്ങനെ ചോദിച്ചു പോകും, ഇതെന്താ ഇങ്ങനെ ഇത്രയും, കഴിഞ്ഞ ദിവസമല്ലേ ഇത് വാങ്ങിയത്, ഇപ്പൊ ഇത്ര പെട്ടെന്ന് തീർന്നോ, ഇതിന് ഇത്രയും ചെലവാക്കേണ്ടതുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യത്തോടുകൂടി ചെലവഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് മുമ്പിൽ ഒരു റെസ്ട്രിക്ഷൻ വരികയാണ്, ഒരു പിടുത്തം വരികയാണ്. അവരാദ്യമൊക്കെ അതിനെ കുറച്ചൊക്കെ ടോളറേറ്റ് ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാതാവും. ഇത് കുറച്ച് നടന്ന ഇൻസിഡന്റുകളൊക്കെ കണക്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം എന്നോട് ഇതിനെപ്പറ്റി സംസാരിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പം അവർക്കിത് പറ്റാതാവും. അവർ കാര്യം സ്വതന്ത്രമായിട്ട് കയ്യിൽ കിട്ടുന്ന പൈസ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെലവഴിച്ച് ജീവിച്ചിരുന്നാണ്. ഇപ്പം ചോദിക്കാൻ പ്രത്യേകിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് മുന്നിൽ എപ്പോഴും. അത് പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് പ്രായമായി ഇതൊക്കെ റിട്ടയർമെന്റിന്റെ ഒക്കെ ഒരു അവസ്ഥയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്കും വേണ്ട യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യാനുള്ള ഒരു ക്ഷമയൊന്നും ആ സമയത്ത് ഉണ്ടായെന്ന് വരില്ല. നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് വരും. ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രവാസികൾക്ക്. ഇതിനെല്ലാം നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരു ഹോർമോണിന്റെ ഒരു ചേഞ്ചിന്റെ അവസ്ഥയിൽ കുട്ടികൾക്ക് കുട്ടികളുടേതായ ഒരു ലോകമുണ്ടാവും. ആ സമയത്ത് തൊട്ടടുത്തുള്ള മാതാപിതാക്കളിൽ നിന്ന് പോലും അവർ അകന്നു പോകും. അപ്പൊ ദൂരെ നിൽക്കുന്നവരിൽ നിന്ന് എത്ര വിദൂരമായി പോയിട്ടുണ്ടാവും. ആ ലോങ് ഉണ്ടാകുന്ന ആ ഡിസ്റ്റൻസ്, ആ ബന്ധങ്ങളുടെ മുറിവുകൾ ഒക്കെ പിന്നീട് അത് വലിയ പ്രശ്നമായി പോകാറുണ്ട്. ഞാൻ പ്രവാസികളുടെ കാര്യം വീട് മാത്രമല്ല എന്ന് പറയാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് ഇങ്ങനെ തൊട്ടുവെച്ചതാണ്. ഇതെല്ലാം നമുക്ക് പ്രവാസിത്വത്തിൽ മുന്നോട്ട് പോകുമ്പം സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും കുറഞ്ഞ ഇതിനെയൊന്നും നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഒരാൾക്ക് അവിടെ ചെന്നിട്ട് പെട്ടെന്ന് അയാൾക്ക് മാറാനോ മറ്റുള്ളവരെ മാറ്റാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ വളരെ ദൂരെ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കേട്ടുപോകുന്ന ഒരാൾക്ക്
അത്രത്തോളമെങ്കിലും അതിനെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള ചിലപ്പം ഒരു ചാൻസ് കിട്ടിയാലോ. ശരിക്കും അത് സൈക്കോളജിക്കലി നമുക്കതിനൊന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റിയാൽ, ഒരു കൗൺസിലിംഗ് പോലെ കാര്യങ്ങളെ യാഥാർത്ഥ്യത്തോട് മനസ്സിലാക്കിയൊക്കെ ചെയ്തുകൊണ്ട് അതിനെ സമീപിക്കാൻ പറ്റിയാൽ അതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യം? മുഹമ്മദ് സജീർ എത്തിയിട്ടുണ്ട്, മാഷാ അല്ലാ. സജീർ, നമസ്കാരം എല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്, മാഷാ അല്ലാ. നമ്മള് പിന്നെ 8 മണിക്ക് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ്. ഇന്ന് നമ്മുടെ ചെറിയൊരു സെക്ഷനാണ്, നമ്മൾ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെറിയൊരു കൂട്ടമാണ് നമ്മൾ പറഞ്ഞു, ഒരു ചെറിയ കൂട്ടം. വലിയ ആളുകളൊന്നും നമ്മുടെ കൂട്ടത്തിലില്ല. പക്ഷേ ഇനി ഒരു സമയം വരും, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവാസികൾ നമ്മുടെ ഇന്നർ സർക്കിളിൽ ലൈവായി പങ്കെടുക്കും. അന്ന് നമ്മൾ പക്ഷേ ഒരു കാര്യം പറയും, നമ്മുടെ ആദ്യത്തെ ഇന്നർ സർക്കിളിന്, പ്രവാസിതത്തിന്റെ ആദ്യത്തെ ലൈവ് മീറ്റിങ്ങിന് നമ്മൾ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. ഇല്ലേ? പറയൂലേ? യെസ്. നമ്മളൊരു കുഞ്ഞു കൂട്ടത്തിൽ നിന്നാണ് തുടങ്ങിയതെന്ന് പറയും. ഇന്നത്തെ ഡേറ്റ് പ്രധാനമാണ്, ഇന്നത്തെ കോൾ പ്രധാനമാണ്, ഇന്നതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും പ്രധാനമാണ്. കാരണം നമ്മൾ ഫൗണ്ടേഷനാണ് ഇതിനകത്തുള്ളത്. നമ്മളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. നമ്മളാണ് ബാക്കിയുള്ളവർക്ക് മാതൃകയാവേണ്ടതും കാണിച്ചു കൊടുക്കേണ്ടതും ഒക്കെ. തയ്യാറല്ലേ? ഇൻഷാ അല്ലാ. നാം ഒരു വലിയ കൂട്ടത്തിന്റെ മുമ്പിൽ അന്ന് തുടങ്ങിയ ചെറിയ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്ന് പറയല് വലിയ കാര്യം തന്നെയാണ്. നമുക്ക് എനർജി തരേണ്ട കാര്യമാണ്, നമുക്ക് ഊർജ്ജവും ശക്തിയൊക്കെ ഉണ്ടാവേണ്ട കാര്യമാണ്. ഇപ്പൊ കുറച്ചു പേരേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നിരാശ തോന്നണ്ട. ഞാനിത് പറഞ്ഞു കേൾക്കുമ്പം ഒരു എനർജിയൊക്കെ തോന്നില്ലേ? ഇല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ ഇന്നർ സർക്കിളിന്റെ ഉദ്ദേശം. ഒരു ലക്ഷ്യം ഇത് തന്നെയാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഒരുമിച്ച് കൂടും, നമ്മൾ സ്വയം എനർജി ശേഖരിക്കുന്നവരായിത്തീരും, നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കും. ഇന്നർ സർക്കിളിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, നമ്മളൊരു ബുക്ക് വാങ്ങും, വായിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളൊക്കെ. നമ്മൾ ബുക്ക് വാങ്ങും, ഒരു കുറച്ച് പേജുകൾ വായിക്കും, ഒരു 5-6 പേജ് വായിക്കും, അതവിടെ ഇട്ടേക്കും, പിന്നെ അതങ്ങനെ കിടക്കും. ഒരു കോഴ്സ് എടുക്കും, കുറച്ച് വീഡിയോ കാണും, അതവിടെ ഇട്ടേക്കും. പ്രവാസത്തിൽ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ അതിനുവേണ്ടി ഒരു വലിയ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇന്നർ സർക്കിൾ കോൾ. ആഴ്ചയിൽ ഒരിക്കൽ, എത്ര തിരക്കാണെങ്കിലും ശരി, ഇത് നമ്മൾ ഒരുമിച്ച് കൂടും. തയ്യാറല്ലേ? നമ്മുടെ ഈ ചെറിയ കൂട്ടം ഒരു വിത്ത് പോലാണ്. വിത്തിന്റെ പ്രത്യേകത എന്താണ്? വിത്ത് എന്ന് പറയുന്നത് ചെറുതാണ്, കാണാൻ വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല, കാണാൻ വലിയ എന്താ പറയാ പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല, ആളുകളെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നും ഉണ്ടാവില്ല. ഒരു വലിയ കൂട്ടത്തെ പറയുന്നത് പോലെ ഒരു വിത്തിനെ പറയാൻ പറ്റൂല, ഒരു വലിയ വൃക്ഷത്തെ പറയുന്നത് പോലെ ഒരു വിത്തിനെ പറയാൻ പറ്റൂല. പക്ഷേ ഈ വിത്ത് ശരിയായ രീതിയിൽ മണ്ണിലേക്ക് വീണാൽ, അത് കുഴിച്ചിടപ്പെട്ടാൽ, അതിൽ വെള്ളവും വളവും നൽകപ്പെട്ടാൽ, അത് പരിപാലിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അത് വലിയൊരു വൃക്ഷമായി മാറും. അത് വലിയൊരു വൃക്ഷമായി മാറും. എത്രത്തോളം വലിയ വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് തലമുറകൾക്ക് പഴവും തണലും ജീവനും ഒക്കെ നൽകുന്ന ഒരു വലിയ വൃക്ഷമായി മാറും. ഇതേപോലെ നമ്മുടെ ഈ ചെറിയ കൂട്ടവും ഒരു വലിയ വൃക്ഷമായി മാറും. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ, അള്ളാഹ് സഹായിക്കട്ടെ. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ശരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു വിത്തിൽ നിന്ന് വൃക്ഷമായി പോകുന്ന ലക്ഷ്യം എന്താണ്? ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഗൾഫ് മലയാളി കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായിരുന്നു. ഇന്ന് കേരളത്തിൽ ആരോട് ചോദിച്ചാലും ശത്രുക്കൾ പോലും പറയും ഗൾഫുകാരുടെ പൈസയാണ് ഇതെല്ലാം എന്ന് പറയും. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷേ എപ്പോഴോ എവിടെയോ വെച്ചോ നമുക്കത് നഷ്ടപ്പെട്ടു. ഗൾഫ് മലയാളിക്ക് നമ്മളുടെ ആ സുവർണ കാലഘട്ടം നഷ്ടപ്പെട്ടു. ബാക്കി വെക്കാനൊന്നുമില്ലാത്ത, ഒരു മാസം കഴിയുമ്പോഴേക്കും പേഴ്സിൽ ബാക്കിയൊന്നുമില്ല, എല്ലാ ചെലവുകൾക്ക് ശേഷം എന്തെങ്കിലും ഒന്ന് മിച്ചം വെക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് ആയി അധികം ആൾക്കാരും. പല കാരണങ്ങളുണ്ട്. ഈ ഗൾഫ് മലയാളിയെ നമുക്ക് പഴയ ആ സുവർണ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുപോകണം. നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. പ്രവാസികത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഗൾഫ് മലയാളിയെ പഴയ സുവർണ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാമെന്നുള്ളത്. ഇത് വെറുതെ പറയുന്ന ഒരു പറച്ചിലല്ല. ഇതെങ്ങനെ സാധിക്കും? നമുക്കൊന്ന് നോക്കാം. എൻ്റെ മൈൻഡ് മാപ്പ് കാണുന്നുണ്ടല്ലോ അല്ലേ? മൈൻഡ് മാപ്പ് കാണുന്നുണ്ടല്ലോ. ഒരു യെസ് ടൈപ്പ് ചെയ്താൽ പറ. ഓക്കെ, മാഷാ അല്ലാ. നമുക്ക് ഈ സുവർണ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ എന്താണ് ചെയ്യേണ്ടത്? സുവർണ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇതായിരുന്നു. സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞാൽ, അവൻ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു. അവൻ നാട്ടിലേക്ക് അയക്കുന്ന പൈസ, അവൻ ഉണ്ടാക്കുന്ന വീട്, അവൻ നാട്ടിൽ ചെലവാക്കുന്നത്, അവന്റെ യാത്ര, ഇതെല്ലാം മണ്ണില് സ്വർണം കുഴിച്ചിടുന്നത് പോലെ. ഇവിടെ നിന്നാണ് എല്ലാം വളർന്നത്. എല്ലാ
എല്ലാ പുരോഗതികളും വളർന്നു വന്നത് അവിടെ നിന്നാണ്. കുറെ പൈസ പമ്പ് ചെയ്യാൻ കുറെ ഗൾഫ് മലയാളികളുണ്ടായി. അതിന്റെ എണ്ണമൊക്കെ എടുത്താൽ വളരെയാണ്, അതിന്റെ ഡേറ്റ ഒക്കെ ഉണ്ട്. നമുക്കൊരു സെഷനിൽ അത് എടുക്കണം, അത് മാത്രമായിട്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 40 ലക്ഷത്തോളം വരുന്ന ഗൾഫ് മലയാളികൾ, ഏകദേശം 10%, 4 ലക്ഷത്തോളം പേർ ഒരു കടമില്ലാത്ത വീടിന് വേണ്ടി വലിയ ദാഹത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. ഇത് വലിയ ആവശ്യമാണ്, അവരുടെ എമർജൻസിയാണ്. ഇതിനെ പൂർത്തീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ പൂർത്തീകരിക്കാൻ മിനിമം ഒരു 10,000 പേരുടെ ഒരു ആർമി, പരിശീലനം കിട്ടിയ ഹോം മേക്കേഴ്സ്, ബിൽഡേഴ്സിന്റെ, പ്രവാസികളിൽ നിന്നുള്ള, ആരെങ്കിലും അല്ല, നമ്മളിൽ നിന്നുള്ള ഒരു 10,000 പേർ അവര് ഈ ഹോം മേക്കിംഗ് ബിസിനസ് തുടങ്ങുന്നവരായിത്തീരണം. അവർക്കൊരു നല്ല മോഡൽ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ക്ലസ്റ്റർ മോഡൽ. ഇത് നമുക്ക് 3 ഡേയ്സിലേക്ക് പോകുമ്പോൾ ഏകദേശം അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മൾ ബോണസ് കോഴ്സുകളിലും പിന്നെ ഇന്നർ സർക്കിളിലും ഒക്കെ ആയിട്ട് നമ്മൾ അത് പൂർണ്ണമായി മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. നമ്മുടെ മുമ്പിൽ ഡിമാൻഡ് ഉണ്ട്. 4 ലക്ഷം വീടുകൾ നമുക്ക് മുന്നിൽ ഡിമാൻഡായി നിൽക്കുകയാണ്. 10,000 പേരുടെ ഒരു യൂണിറ്റ്, ഒരു ആർമി നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിതിന് തയ്യാറാക്കണം. ഇതാണ് നമ്മുടെ യാത്ര. ഇത് തയ്യാറാവേണ്ടത് പ്രവാസിതം കമ്മ്യൂണിറ്റിയിൽ നിന്ന്. പ്രവാസിതം കമ്മ്യൂണിറ്റിയിൽ വരുന്ന എല്ലാവരും ഈ വീട് വെക്കാൻ കേപ്പബിൾ ഉള്ളവരാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ പ്രവാസികളുടെ സ്കിൽ സെറ്റ്, അവന്റെ അതിജീവനത്തിൽ നിന്ന് നേടിയെടുത്ത അവന്റെ സ്കിൽ സെറ്റുകളുണ്ട്. അവന്റെ അച്ചടക്കം, അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൾഫിൽ പോയി കുറച്ചുനാൾ നിന്ന് വന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ, അതല്ലാത്ത ഒരാൾക്ക് ഉണ്ടാവില്ല. നമുക്ക് പരിശോധിക്കാം. അവന്റെ ക്ഷമ, അവന്റെ സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി, അവന്റെ ടോളറൻസ്. ഗൾഫിലെ ചില നാടുകളിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറബികളിൽ നിന്ന്, നമ്മുടെ മറ്റുള്ളവരിൽ നിന്ന്. അറബികൾ നമ്മൾ കുറവായിട്ട് കാണാനല്ല, പല കാരണങ്ങൾ കൊണ്ട്. മുഖത്തൊരു ചുളിവ് പോലും ഉണ്ടാകാതെ, മുഖമൊന്നും മാറാതെ, മുഖത്തൊരു ചേഞ്ച് ഉണ്ടാവാത്ത നിലയിൽ അതിനെ സഹിച്ചു നിൽക്കുന്ന മലയാളികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു പ്രാവശ്യം നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സംസാരിക്കാം. ഒരു മലയാളി എന്തോ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അറബി, അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഏറ്റവും കുറവ് പോലീസ് കേസുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മലയാളികളാണ്. ശരിയല്ലേ? ഞാനീ പറഞ്ഞ ശരിയല്ലേ? എന്തുകൊണ്ടാണ്? അവനൊരു ലക്ഷ്യം, സ്വന്തം വീടെന്ന് പറയുന്ന ഒരു ലക്ഷ്യം, അവന് പൂർത്തീകരിക്കേണ്ട കുറെ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവൻ ഇതെല്ലാം സഹിക്കാൻ തയ്യാറാണ്. ഈ ക്വാളിറ്റികളെല്ലാം ഉള്ള പ്രവാസത്തിന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറെ പേര് നമ്മുടെ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കും. കാരണം ഇന്നത്തെ നമ്മുടെ ഗൾഫിന്റെ അവസ്ഥ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് വലിയ പാടാണ്. നമ്മുടെ ഒരു വീട്, ഒരു ലാൻഡ് വാങ്ങി വീട് വെക്കാൻ എത്ര മിനിമം വേണ്ടി വരും? അത്യാവശ്യം ഖത്തറിലെ ക്യൂ കമ്പനി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ശമ്പളം കിട്ടുന്ന ജോലിയുള്ള സ്ഥലമാണ്. അവിടുത്തെ ഒരാൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണ്, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അദ്ദേഹം നല്ല സമ്പന്നനാണ്, നാട്ടിൽ ധാരാളം വസ്തു ഉള്ള ആളാണ്, ലാൻഡ് ഉള്ള ആളാണ്, ഏക്കർ കണക്കിന് വസ്തുണ്ട്, അവന്റെ വാപ്പ നല്ല ധനികനാണ്, എന്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം ഗൾഫ് ജീവിതം തുടങ്ങിയവരാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സെന്റൻസ് ഇതാണ്, സലീം, എനിക്ക് ഒരു വീട് വെക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ പേടിയാണ് ഇപ്പോഴും. പൈസ ഇല്ലാത്തത് കൊണ്ടല്ല. ഞാൻ നമ്മുടെ ക്ലസ്റ്റർ മോഡൽ അവനോട് പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര താല്പര്യത്തോടു കൂടി അത് കേട്ടു. അവനത് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് പേർക്ക് ഉപകാരമാവും. നമ്മുടെ വീടുകൾ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമല്ല, കുറേ ആളുകളുടെ വീടെന്ന് പറയുന്ന സ്വപ്നം, ഒരു നീറുന്ന സ്വപ്നത്തിന് പരിഹാരമാണ്. നമുക്കതിലേക്ക് പോകാം. നമ്മുടെ കോഴ്സ് ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിശാലമായിട്ടത് മനസ്സിലാവും. എന്താണ് പ്രവാസിതം കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് നോക്കാം. പ്രവാസിതം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. വെറുതെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയില്ല. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകളെ ഒരു സംഘം എന്ന് നമ്മൾ പറയാറില്ല. അത് പല ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് യാത്ര ചെയ്യുന്നതേ ഉള്ളൂ. ഒരു സംഘം എന്ന് പറയുന്നത് എന്തിനാണ്? അവർക്കൊരു ലക്ഷ്യമുണ്ടാവും. ഒരു ലക്ഷ്യത്തിലായിരിക്കും അവരുണ്ടായിരിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഓരോരുത്തരും, കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഓരോരുത്തരും അവരുടെ ഒരു ലക്ഷ്യം അത് അലൈൻഡ് ആണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻ ചെയ്യുന്നവരാണ്. പല സ്ഥലങ്ങളിലേക്ക് എത്തേണ്ട ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതല്ലത്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരസ്പരം സഹായിക്കുന്നവരായി. മനോഹരമാണ്. അതിനെ അങ്ങനെ ഒരുമിച്ച് നിർത്തുന്നതിന് നമുക്കൊരു വാല്യൂ സിസ്റ്റം ആവശ്യമുണ്ട്, കുറച്ച് മൂല്യങ്ങൾ ആവശ്യമുണ്ട്. ഇതിനാണ് നമ്മൾ കോഡ് ഓഫ് ഓണർ എന്ന് പറയുന്നത്. നമുക്കൊരു കോഡ് ഓഫ് ഓണർ ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു കോഡ് ഓഫ് ഓണർ ഉണ്ട്. നമ്മുടെ കോഡ് ഓഫ് ഓണർ എന്നാണ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇത് നമുക്ക് എപ്പോഴും ആവർത്തിക്കും. ഈ കോഡ് ഓഫ് ഓണർ നമ്മൾ മാറൂല. കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ടെക്നിക്കൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഫണലുകൾ, അതിന്റെ സ്ട്രാറ്റജി, ഇതൊക്കെ നമ്മൾ മാറിയെന്നിരിക്കും. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ചെയ്ത രീതിയിലല്ല നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ബിസിനസ് മോഡലുകൾക്ക് മാറ്റം ഉണ്ടാവും. പക്ഷേ നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി
അതിൽ മാറ്റമുണ്ടാവില്ല. ഇതിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. റെഡിയല്ലേ? മൂല്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കോഡ് ഓഫ് ഓണർ മൂല്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഒന്നാമത്തത് സ്വാതന്ത്ര്യമാണ്. എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ള കാര്യം നമുക്ക് വിശദീകരിച്ച് വരാം. രണ്ടാമത്തത് വളർച്ചയാണ്. മൂന്നാമത്തത് സത്യസന്ധതയാണ്. നാലാമത്തത് വ്യക്തതയാണ്. അഞ്ചാമത്തത് കാര്യക്ഷമതയാണ്. ആറാമത്തത് സാഹോദര്യമാണ്. ഏഴാമത്തത് ചാരിറ്റിയാണ്, സദഖ. നമുക്ക് ഓരോന്നിലേക്കൊന്ന് പോവാം. റെഡി? എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനമുള്ള ജീവിതമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം സമാധാനമുള്ള ഒരു ജീവിതമാണ്. എവിടെ കിട്ടും ഈ സമാധാനം? സമ്പത്ത് കൊണ്ട് കിട്ടുമോ? മെറ്റീരിയൽ കുട്ടികൾ കൊണ്ട് കിട്ടുമോ? സമാധാനം അത് അള്ളാഹിന്റെ കയ്യിലേ ഉള്ളൂ. അള്ളാഹ് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരണം, എങ്കിലേ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ, എങ്കിലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. ഇവിടെ സമാധാനമുള്ള ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദുനിയാവിലേക്ക് വന്നത് വെറുതെ ഒന്നുമല്ല, പ്രത്യേകമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്ക് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അള്ളാഹുവിനോടുള്ള കടമകളുണ്ട്, അത് പൂർത്തീകരിക്കണം. സൃഷ്ടികളോടുള്ള കടമയുണ്ട്, അത് പൂർത്തീകരിക്കണം. നമ്മളോടുള്ള കടമകളുണ്ട്, അത് പൂർത്തീകരിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി, ഹലാലായ സമ്പാദ്യ മാർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അത് ഏറ്റവും നന്നായി. നമ്മൾ 10 മണിക്കൂർ ഒരാൾ സമ്പാദ്യ മാർഗത്തിന് വേണ്ടി ചെലവാക്കുന്നു വിചാരിച്ചു. 10 മണിക്കൂർ. ആ 10 മണിക്കൂർ കൊണ്ട് സത്യത്തിൽ അയാൾക്ക് കപ്പാസിറ്റി ഉണ്ട് ഒരു $10,000 സമ്പാദിക്കാൻ. പക്ഷേ അയാൾ ആകെ ഒരു $50 സമ്പാദിക്കുന്നുള്ളൂവെങ്കിൽ നമ്മൾ അയാളെ പറ്റി എന്താ പറയാ? അയാൾക്ക് കപ്പാസിറ്റി ഉണ്ട്, അയാൾക്ക് കഴിവുകളുണ്ട്. അയാൾക്ക് അള്ളാഹ് കൊടുത്ത കഴിവുകൾ അയാൾ വേസ്റ്റ് ആക്കുകയാണ്. അയാളുടെ സമ്പത്ത് നമ്മുടെ ഉമ്മത്തിന് പ്രയോജനപ്പെടാനുള്ളതാണ്. സമ്പത്തിന്റെ പുറകെ പോകണം എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷെ മറ്റാരെയും ആശ്രയിക്കാതെ ഇസ്സത്തോടു കൂടിയുള്ള ജീവിതം, ഇത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, നമുക്ക് പറയപ്പെട്ട കാര്യമാണ്. നമ്മുടെ മക്കളെ നമ്മൾ വെറുതെ വിട്ടിട്ട് പോകാൻ പറ്റൂല. ഞാൻ ഇന്ന് പോയാൽ എൻ്റെ മക്കളെല്ലാം മറ്റാരെങ്കിലും മുമ്പിൽ ആവശ്യക്കാരാകാം, അത് പറ്റൂല. അതുകൊണ്ട് തന്നെ ഉയർന്ന സമ്പത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ പറയുന്ന സമാധാനമുള്ള ജീവിതം, അതായത് നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും, കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിച്ച്. പക്ഷേ അതോടൊപ്പം നമ്മുടെ റിസ്ക് നമുക്ക് കിട്ടാനുള്ളത് അത് എഴുതപ്പെട്ടതാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കും. ആ ഉറപ്പോടുകൂടി നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. ചെയ്യാനുള്ളത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ശരിയായ രീതിയിൽ കൃത്യമായി ചെയ്യും. എന്നിട്ട് നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. കാരണം തരേണ്ടവൻ അള്ളാഹുവാണ്. റിസൾട്ടിനെ പറ്റി എന്നോട് ചോദിക്കണ്ട, ഇത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എന്നോട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോന്ന് എന്നോട് ചോദിക്കണം, ഞാൻ ഇതിന് മറുപടി പറയണം. ഞാൻ അക്കൗണ്ടബിൾ ആണ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോ. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ ഒരു CL എന്ന് ടൈപ്പ് ചെയ്തോളെ. CL എന്ന് ടൈപ്പ് ചെയ്തോളെ. രണ്ടാമത്തത് വളർച്ചയാണ്. എന്താണ് വളർച്ച? നമ്മൾ വളരും, അറിവിൽ വളരും. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. ഇന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ്. AI നമ്മുടെ മുമ്പിൽ വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ അല്ല എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. ഇന്ന് ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കണമെങ്കിൽ എത്ര എളുപ്പമാണ്. നമ്മൾ അതിൻ്റെ ഒരു സെഷനിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ലൈവായിട്ട് AI ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ AI എല്ലാവരും ഉപയോഗിക്കുന്നവരായിരിക്കും. 95% ആൾക്കാർ ഇപ്പോൾ AI-യിലാണ്. പക്ഷേ അതിൻ്റെ പ്രൊഡക്റ്റീവായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള വഴികളുണ്ട്. മനോഹരമായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദൈനംദിനേന ഞാൻ എൻ്റെ ടീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, ഞാൻ എൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ടീമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ChatGPT-യോട് ഞാനത് ട്രെയിൻ ചെയ്താൽ, ഞാൻ എന്താണ്, ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നത്, എൻ്റെ ടീം ആരാണ്, എൻ്റെ ഇഷ്യൂ എന്താണ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് കൊടുത്താൽ നല്ല ഗൈഡ് ലൈൻ ChatGPT നമുക്ക് തരും, അല്ലെങ്കിൽ ജെമിനായി തരും. നമ്മൾ പഠിക്കണം അത്. ഇത് വലിയ നമ്മൾ വളരെ പ്രൊഡക്റ്റീവ് ആവും കുറഞ്ഞ സമയം കൊണ്ട്. വളരെ ഈ സാധനമൊന്നും നമ്മളെ ഓവർകം ചെയ്യുന്നില്ല, പേടിക്കൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇപ്പൊ അതിന്റെ നെഗറ്റീവ് സൈഡൊക്കെ വരുന്നുണ്ട്, പുതിയ ലേറ്റസ്റ്റ് വേർഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് എപ്പോഴും കൺഫ്യൂഷനാകാൻ സാധ്യതയുണ്ട്. മനുഷ്യന് ചിന്തിക്കുന്ന പോലെ ക്രിയേറ്റീവായിട്ട് അതിന് ചിന്തിക്കാൻ പറ്റില്ല. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കുറച്ച് കോമൺ കാര്യങ്ങളിലൊക്കെ അത് ഇടപെട്ട് തുടങ്ങിയിട്ടുള്ള കാര്യം ശരിയാണ്. നമ്മൾ ഇതിനെ ഉപയോഗിച്ചാൽ, നമ്മൾ ഇപ്പം ഇത് ഉപയോഗിക്കാത്ത ഒരാളും AI പോലുള്ളൊരു ടൂൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കും. നമ്മൾ ഉമ്മത്തിൽ ഇത് ഉപയോഗിക്കുന്നവരായിത്തീരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ വളർച്ച അറിവിൽ വളരും, നമ്മുടെ സമ്പത്തിൽ വളരും, നമ്മുടെ മൂല്യങ്ങളിൽ വളരും. നമ്മൾ അതിൽ അഭിവൃദ്ധിപ്പെടും. പുതിയ കാര്യങ്ങൾ നാം പഠിക്കും, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കും, ഇംപ്ലിമെന്റ് ചെയ്യും. ഇത് ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. നമ്മുടെ മുമ്പിലുള്ള ഓരോ പ്രവാസിയെയും നമ്മുടെ മൂല്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യും. അങ്ങനെ നമ്മൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കും. ക്ലിയർ? രണ്ടാമത്തെ കോഡ് ഓഫ് ഓണർ വളർച്ച എന്നുള്ളതാണ്. മൂന്നാമത്തത് സത്യസന്ധത. എന്താണ് സത്യസന്ധത? കേൾക്കുന്ന പോലെ തന്നെ നാം സത്യസന്ധതയോടുകൂടി സമ്പാദിക്കും.
നമ്മുടെ സമ്പാദ്യത്തിൽ, നമ്മൾ ചെലവഴിക്കുന്നതിൽ ഇതെല്ലാം നമ്മൾ സത്യസന്ധരായിരിക്കും. അന്യായമായതൊന്നും നമ്മൾ കൊണ്ടു നടക്കില്ല. ഇതിനെല്ലാം നമ്മൾ ഒഴിവാക്കും. ന്യായമല്ലാത്തതിനെല്ലാം ഒഴിവാക്കും. നമ്മുടെ വിജയം ശുദ്ധമാണെന്നും അനുഗ്രഹീതമാണെന്നും നമ്മൾ ഉറപ്പാക്കും. ക്ലിയർ? ക്ലിയർ? CL എന്ന് ടൈപ്പ് ചെയ്തോ. നിങ്ങൾ ഇടയ്ക്ക് ചാറ്റിലും കൂടെ വരുമ്പം എനിക്കൊരു പിന്നെ നിങ്ങളുടെ റെസ്പോണ്ട് നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അഞ്ചാമത്തേത് കാര്യക്ഷമതയാണ്. എന്താണ്? വ്യക്തതയാണ്. നമ്മൾ 4ാമത്തേലേക്കാണ് പോകുന്നത്. സത്യസന്ധത കഴിഞ്ഞു, അടുത്ത വ്യക്തതയാണ്. വ്യക്തത എന്താണ്? ലക്ഷ്യത്തിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നാം ട്രാൻസ്പെറന്റ് ആയിരിക്കും. നമ്മൾ അറിഞ്ഞ് കാൽവെക്കുന്നവരാണ്, പഠിച്ച് കാൽവെക്കുന്നവരാണ്. ചോദിച്ചു പഠിക്കാം, വ്യക്തതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാം. റെഡി? ക്ലിയർ? അടുത്തത് കാര്യക്ഷമത. എന്താണ് കാര്യക്ഷമത? കാര്യക്ഷമത അച്ചടക്കമാണ്, ബുദ്ധിപരമായ ആസൂത്രണമാണ്, അനാവശ്യമായതെല്ലാം ഒഴിവാക്കലാണ്. ആവശ്യമില്ലാത്തത് ഒഴിവാക്കിയാൽ തന്നെ ഒരു വലിയൊരു ഭാരം നമ്മൾ ഒഴിവാക്കും. ആവശ്യമില്ലാത്തതാണ് നമ്മുടെ എല്ലാ മനസ്സമാധാനത്തിന്റെയും എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു കേന്ദ്രം. ഈ കാര്യങ്ങൾ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. എല്ലാ ചുവടുകളും കാര്യക്ഷമമാണെന്ന് നമ്മൾ ഉറപ്പിക്കും. അടുത്തത് സാഹോദര്യമാണ്, പരസ്പര പിന്തുണയും സഹായവും. ആരും നമ്മുടെ ഈ യാത്രയിൽ, പ്രവാസിത്വത്തിന്റെ ഈ യാത്രയിൽ ആരും ഒറ്റപ്പെട്ടു പോകാൻ നമ്മൾ സമ്മതിക്കില്ല. സത്യത്തിലേത് അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. റെഡി? മാഷാ അല്ലാഹ്. ഇനിയുള്ളത് ചാരിറ്റിയാണ്. എന്താണ് ചാരിറ്റി? സദക്ക, കൊടുക്കും തോറും നമുക്ക് കൂടുതലേ കിട്ടും. ഇക്കാര്യത്തിൽ ഒരു സംശയമില്ല. 1 കൊടുത്താൽ 10 കിട്ടും. എത്രത്തോളം ഉറപ്പുണ്ടെന്ന് പറഞ്ഞാൽ സഹാബാക്കൾക്കൊക്കെ അതിന്റെ വലിയ ഉറപ്പോടുകൂടി അവർ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് കൊടുത്തു ഒരാള്. അപ്പം ഇതെടുത്ത് നോക്കിയിട്ട് 9 എണ്ണ എണ്ണി. എന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ അല്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അപ്പം ചോദിച്ചു, അല്ലല്ല ഇത് നിങ്ങൾക്കുള്ളതാണ്. അല്ലല്ല ഇതെൻ്റെതല്ല എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു ആണ്. അപ്പൊ പിന്നെ അവസാനം അദ്ദേഹം മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരെണ്ണം കൂടെ വെച്ച് അദ്ദേഹം എടുത്താണ് കൊണ്ടുവന്ന ആൾ ഒരെണ്ണം കൂടെ എടുത്തിട്ടാണ് കൊണ്ട് കൊടുത്തത്. ഒരെണ്ണം എടുത്തു. രണ്ടാമത് പിന്നെ വന്നപ്പം എണ്ണി നോക്കി 10 എണ്ണം ഉണ്ട്. അപ്പൊ ഇതെൻ്റെതാണെന്ന് പറഞ്ഞു. കാരണം ചോദിച്ചാൽ പറഞ്ഞു 1 കൊടുത്താൽ 10 കിട്ടുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇത് ശ്രമിച്ച് അനുഭവം വന്നിട്ട് അവരത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് കൊടുത്ത് സമ്പാദിക്കും നമ്മൾ കാണുന്നുണ്ട്. അറിവും സമ്പത്തും നമ്മൾ മുന്നോട്ട് കൈമാറേണ്ട മൂല്യങ്ങളാണെന്നും അത് കൊടുക്കും തോറും കൂടുമെന്നും ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ ലക്ഷ്യം കുറേ വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതൊന്നുമല്ല, മാത്രമല്ല സ്വാധീനമുള്ള, പാരമ്പര്യമുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി അതിന് കെട്ടിപ്പടുക്കുക, സമൂഹത്തിൽ ഒരു സ്വാധീനം ഉണ്ടാവുക, പ്രവാസിതം ഒരുപാട് പേർക്ക് ആശ്വാസമാവുക, പ്രവാസിതം അംഗങ്ങൾ ആളുകൾക്കെല്ലാം ആശ്വാസമാവുകയും സഹായമാവുകയും ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളിവിടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ എവർഗ്രീൻ ഡൊമൈനായ റിയൽ എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ സ്വന്തം വീട് കരസ്ഥമാക്കുകയും നമ്മളെ സ്കെയിലപ്പ് ചെയ്യുകയും ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ, നമ്മൾ സമ്പന്നരാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ചെലവുകൾക്ക് ശേഷം നമ്മുടെ ലാഭത്തിന്റെ 10% ഇൻഷാ അല്ലാഹ് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കും. നമുക്ക് നിയത്ത് ചെയ്തോടെ ഇൻഷാ അല്ലാഹ്. റെഡി? എല്ലാവരും ചാറ്റിലൊന്ന് ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. ബാറക്കല്ലാഹ്. നിങ്ങൾ ഇത് എവിടെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള നിങ്ങൾക്ക് ഏറ്റവും അർഹത എന്ന് തോന്നുന്ന ആളുകൾക്ക് ഈ 10% ചാരിറ്റി നിങ്ങൾ കൊടുക്കുന്നവരായിത്തീരണം. പക്ഷേ മാസത്തിൽ ഒരു ബുധനാഴ്ച നമ്മളിത് ഒരു ഗൂഗിൾ ഷീറ്റ് വഴി നമ്മളിത് കളക്ട് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഓരോ മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ നമ്മളുടെ പ്രവാസിത മെമ്പേഴ്സ് അവരുടെ ഈ വഴിയിലുള്ള ചാരിറ്റിയിലുള്ള ചെലവുകളെ കുറിച്ച് അവർ മനസ്സിലാക്കും, അതിനെ പരസ്പരം ബോധ്യപ്പെടുത്തും. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പരസ്പരം വലിയ എനർജി കൊടുക്കാനും മറ്റുള്ളവർക്കും ഇത് അമൽ ചെയ്യാനും ഒക്കെ സഹായമായി തീരും. അടുത്ത ലക്ഷ്യം വെക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. അടുത്ത ലക്ഷ്യം വെക്കേണ്ടത്, ഒന്നാമത്തത് പ്രവാസിതം ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾ ഇതിനകം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പ്രവാസിതം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാനിപ്പോൾ ഇട്ടുതരാം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ റെക്കോർഡഡ് കോഴ്സിന്റെ കൂട്ടത്തിൽ അതുണ്ടാവും. ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ പ്ലേയിൽ നിന്നും അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ നമ്മുടെ ഫീഡ് ഉണ്ടാവും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധാരണ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. പരസ്പരം കണക്ട് ചെയ്യാൻ, ഇപ്പം ജിദ്ദയിലുള്ള ആളുകൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. അതിന് വേണ്ടുന്നത് ഓരോരുത്തരും അവരുടെ പ്രൊഫൈൽ ഉണ്ടാവും, അവരുടെ പ്രോഗ്രസ് നമ്മൾ ചെയ്യും. ഓരോരുത്തർക്കും ബാഡ്ജ് ഉണ്ടാവും.
നമ്മുടെ കമ്മ്യൂണിറ്റി അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അടുത്ത 2-3 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം തന്നെ വളരെ വിശാലമായ ഒരു അവസ്ഥയിലേക്ക് മാറും. അടുത്തത് രണ്ടാമത്തേതായിട്ട് 3 ദിവസത്തെ കോഴ്സ് ഇത് പൂർത്തിയാക്കണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സത്യത്തിൽ ഇതാണ്. നിങ്ങൾ 3 ദിവസത്തെ കോഴ്സ് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. സത്യം പ്രീ ലോഞ്ചിന് മുമ്പ് നമ്മുടെ ട്രാക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഒരു പാത്ത്, പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കോഴ്സ് എങ്ങനെ കാണണം, അവരെങ്ങനെയാണ് കാണുന്നത്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റിങ്ങിന്റെ ഒക്കെ ആയിട്ട് അതാണ് നമ്മൾ പ്രീ ലോഞ്ചിങ് ഓഫർ എന്ന് പറഞ്ഞിട്ട് ചെയ്തതും ആ ലൈനിൽ അത് കൊണ്ടുപോയത്. അപ്പൊ നാളെ നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതുവരെ അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കണ്ടിട്ടില്ലാത്ത പുതിയ ആളുകളെ പോലെ അതിനെ സമീപിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ പ്ലസ് വരുന്ന ആ കോഴ്സുകൾ നമ്മൾ കണ്ടു തീർക്കണം. നാളെ 1ാമത്തെ ദിവസം ഡേ 1 പൂർത്തിയാക്കണം. അതിന്റെ അടുത്ത ദിവസം ഡേ 2, അതിന്റെ അടുത്ത ദിവസം ഡേ 3 പൂർത്തിയാക്കണം. ഡേ 3 പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്രിയേറ്റഡ് ആവും നിങ്ങളുടെ പേരിൽ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കോഴ്സുകൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. 1ാമത്തെ ദിവസത്തെ കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രമേ 2ാമത്തെ ദിവസം അൺലോക്ക് ആവുകയുള്ളൂ. 2ാമത്തെ ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ 3 ദിവസം അൺലോക്ക് ആവുകയുള്ളൂ. ഇത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാക്കി വെക്കുന്നതാണ്. കാരണം നമുക്ക് ചില നെഫ്സിന്റെ ചില തീരുമാനങ്ങൾ, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ബുക്ക് വായിക്കും, കുറച്ച് പേജ് വാങ്ങിച്ചാൽ ഇട്ടുപോകും, അതുണ്ടാവരുത്. നമുക്ക് റിസൾട്ട്, പ്രവാസത്തിൽ കുറേ ആളുകൾ ചേരുക, കമ്മ്യൂണിറ്റി കുറേ ആളുകൾ വരിക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് റിസൾട്ട് ഉണ്ടാവണം. റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ, 3 days കോഴ്സ്, ബോണസ് കോഴ്സിന്റെ നമ്മൾ പറയപ്പെടുന്ന കാര്യങ്ങൾ, അതിനുശേഷം ഈ ഇന്നർ സർക്കിളിന്റെ ഏകദേശം ഒരു 2-3 മാസത്തേക്കുള്ള നമ്മുടെ ഇന്നർ സർക്കിളിന്റെ സെഷൻസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഹാക്കത്തോൺ നമ്മൾ എലിജിബിൾ ആവുള്ളൂ. എങ്കിലേ നമുക്ക് ഹാക്കത്തോൺ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ആ സമയത്ത് ലാൻഡ് സംസാരിക്കുമ്പോൾ നമുക്ക് ലാൻഡ് സ്വന്തമായിട്ട് വാങ്ങി അതിന്റെ ആധാരത്തിന്റെ ഫസ്റ്റ് പേജ് നമുക്ക് നമ്മുടെ പ്രവാസത്തിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ അവാർഡ് വാങ്ങാൻ പറ്റുള്ളൂ, വീട് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ, ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിത് മുന്നോട്ട് പോകുമ്പോൾ പറയുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാവും. നമ്മുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിന് ശേഷം അടുത്ത 2-3 കമ്മ്യൂണിറ്റി കുറച്ചും കൂടെ ഒന്ന് സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുകയും ഒരു ഫോം ഫിൽ ചെയ്യാൻ പറയുകയും ചെയ്യും. പ്രവാസത്തിന്റെ ഒരു ടീഷർട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഇന്ത്യൻ അഡ്രസ്സിൽ നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് ഇന്നർ സർക്കിൾ കോളുകളാണ്. ഇന്നർ സർക്കിൾ കോളുകൾ നമ്മുടെ ഇന്ന് തുടങ്ങി. എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ ഫീഡിൽ വന്നാൽ നോക്കിയാൽ അറിയാം. നമ്മുടെ പ്രവാസിതം ഡൗൺലോഡ് ചെയ്ത ആപ്പ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെ ഫീഡിൽ അടുത്ത ബുധനാഴ്ചത്തെ ലിങ്ക് ഇപ്പോഴേ റെഡിയാണ്. ആ ലിങ്ക് ബുധനാഴ്ച ഏകദേശം 15 മിനിറ്റ് മുമ്പ് അത് ആക്റ്റീവാണ്. നമ്മുടെ ഡെഡിക്കേഷൻ അഥവാ ജോലിയിൽ നമ്മൾ കുടുങ്ങിപ്പോയിട്ടില്ല. ബുധനാഴ്ച ദിവസം ഇപ്പൊ നമ്മൾ 8:30 ഞാൻ നേരത്തെ ആദ്യം സംസാരിച്ചപ്പം നമ്മുടെ ഷമീം ചോദിച്ചപ്പോഴും ഒരു അഭിപ്രായം പോലെ വന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ 8:30 എന്നുള്ളത് 9 മണിയിലേക്ക് ആക്കുമ്പോൾ ഗൾഫിലുള്ളവർ കുറച്ചും കൂടെ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ടൈം വേണമെങ്കിൽ ഒന്ന് മാറ്റാം, അത് റീഷെഡ്യൂൾ ചെയ്യാം. പക്ഷെ ഇപ്പോൾ 8:30 നമ്മൾ വെച്ചിരിക്കുന്നത്. ബുധനാഴ്ച എല്ലാ ബുധനാഴ്ചയും 8:30 നമ്മൾ ലൈവായി പങ്കെടുക്കും. ലൈവായി പങ്കെടുക്കുന്നതിന്റെ വ്യത്യാസം എന്താണ്? ഇത് റെക്കോർഡിൽ കിട്ടും. പക്ഷേ റെക്കോർഡ് കാണുന്നത് വീഡിയോയിൽ തീ കാണുന്നത് പോലെയാണ്. നമ്മളൊരു വീഡിയോയിൽ ഒരു സ്ക്രീനിൽ തീ കാണുകയാണ്. തീയെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അതിന്റെ ചൂട് അറിയാൻ പറ്റില്ല. അതിന്റെ ഒരു റിയൽ ഫീലിംഗ് നമുക്ക് കിട്ടോ? ഇതേപോലെ ലൈവിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന എനർജി, ജീവൻ, അത് പിന്നീട് കിട്ടൂല. ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം വളരെ ആവശ്യമുള്ളതാണ്. ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ ഇവിടെ പറയൂല. നമ്മുടെ സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വേസ്റ്റ് ആക്കൂല. ടു ദ പോയിന്റ് ആണ്. പറയേണ്ട കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നമുക്ക് വലിയ പ്രയോജനപ്പെടുന്നതാണ്. ഒരാൾ ചോദിക്കുന്ന ചോദ്യം ചിലപ്പം എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതായിരിക്കും. ലൈവിൽ തന്നെ പങ്കെടുക്കണം. പറയപ്പെടുന്നത് പോലെ ചെയ്യണം. പറയപ്പെടുന്ന പോലെ ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാൻ നമുക്ക് പാടാണ്. നമ്മുടെ ശീലങ്ങളുടെ, ഹാബിറ്റിന്റെ ഒക്കെ കുറേ വിഷയങ്ങളുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ഏകദേശം 10 വർഷത്തെ യാത്രയുണ്ട് പ്രവാസിതത്തിൽ. ഏകദേശം വരുന്ന 10 വർഷം. പല കാര്യങ്ങളിൽ അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. കുറേ കാര്യങ്ങൾ ചെയ്യാൻ എത്രയോ മുമ്പ് നമ്മുടെ ഈ സെഷൻ സംഭവിക്കേണ്ടതാണ്. എത്രയോ മുമ്പ് സംഭവിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ പല മെന്റർമാരിലേക്ക് പോയി, പലര് പറയുന്ന കാര്യങ്ങൾ കേട്ടു. അതിനകത്തെല്ലാം എൻ്റെ കാര്യങ്ങൾ ആഡ് ചെയ്തു. പക്ഷെ എന്നാണോ ഞാൻ ഈ പറയുന്ന ഒരു കോഴ്സ് പ്രസന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മെന്ററെ കൃത്യമായി ഫോളോ ചെയ്യാൻ തുടങ്ങിയത്, അന്ന് മുതൽ എനിക്ക് റിസൾട്ട് വന്നു തുടങ്ങി. ഇന്ന് സത്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന്, ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ, ഈ കാണുന്നതൊക്കെ കൃത്യമായി അത് ഒന്ന് ചേർത്ത് വെക്കാൻ ഒക്കെ എനിക്ക് സാധിച്ചത് ഞാനൊരു മെന്ററെ അനുസരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മൾ ഒരു അടുത്ത 90 ദിവസത്തേക്ക് നമ്മളൊരു റിസൾട്ട് ഉണ്ടാവുന്നത് വരെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ചെയ്തോടെ ഇൻഷാ അല്ലാഹ്. സക്കാത്ത്, സദക്ക ഇല്ല,
സക്കാത്ത് നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നത്, സക്കാത്ത്, ഈ ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പിന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ചാറ്റിലൊരു ഇത് കണ്ടതാണ്. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. നമസ്കാരം പോലെ പ്രധാനപ്പെട്ട കാര്യമാണ് സക്കാത്ത്. അത് ഇതിനകത്ത് വീഴൂല. ഇത് നമുക്ക് അള്ളാഹ് തുറന്നു തരുന്ന ഒരു അവസരം, നമുക്ക് വരുന്ന വലിയ സമ്പത്ത്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയും. പേടിയില്ലാതെ സമ്പത്ത് ചെലവഴിക്കാൻ സാധിക്കുക നല്ല വഴിയിൽ. ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ശുക്രാണ് സത്യത്തിൽ. അത് വർദ്ധിക്കാനുള്ള ഒരു വഴിയാണ് നമ്മുടെ കയ്യിലെ പൈസ അർഹതയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. അത് സക്കാത്തല്ല. സക്കാത്ത് നമ്മുടെ നിർബന്ധ ബാധ്യതകൾപ്പെട്ടതാണ്. അത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ദീനീപരമായ മതപരമായ കാര്യങ്ങളിൽ ഒരു കാര്യവും പറയാൻ ഞാൻ ആളല്ല. ഞാൻ അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾ. എനിക്ക് മതപരമായ ചെറിയ സംശയങ്ങൾ പോലും ആലിമ്യങ്ങളോട് ചോദിച്ച് ക്ലിയർ ചെയ്യാതെ ഞാൻ ചെയ്യാറില്ല. ഞാൻ അത് അഡ്വൈസ് ചെയ്യാറുമില്ല. എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം വന്നാൽ വളരെ സന്തോഷത്തിൽ ഞാനത് കേൾക്കും. ഒരു മറുപടി ഞാൻ പറയില്ല. പക്ഷെ ആലിമ്യങ്ങളോട് ചോദിച്ച് വ്യക്തമായ ഒരു മറുപടി നമ്മൾ കണ്ടെത്തും. അത് ഷെയർ ചെയ്യേണ്ടതാണെങ്കിൽ ഷെയർ ചെയ്യും. ഓക്കെ, ഇൻഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അപ്പം നമ്മൾ ഒരു മെന്ററെ കൃത്യമായി പിന്തുടരുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമാണ്. ഞാൻ ഇത് വേണമെന്ന് വിചാരിച്ച് തുടങ്ങി, പക്ഷെ പലപ്പോഴും വീണുപോകും. ചില സ്ഥലം എത്തുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനല്ല എന്ന് വിചാരിച്ച് തിരിഞ്ഞു പോകും. അത്ര ദൂരം ഞാൻ ദൂരെ ആയിപ്പോകും എൻ്റെ റിസൾട്ടിൽ നിന്ന്. പിന്നെ അത് തിരിച്ചു വന്ന് കൃത്യമായി ഇത് പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ എൻ്റെ അനുഭവം പറയാം. ഓക്കെ, കാരണം ഇതിന്റെ പിന്നിൽ വലിയ രീതിയിൽ ആഴത്തിൽ നല്ല പഠനങ്ങൾ, ഒരുപാട് മിടുക്കന്മാർ, ഈ വഴിയിലുള്ള കുറെ ഗവേഷണം ചെയ്തവർ, അവരുടെ കഴിവുകൾ ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ, മെന്റേഴ്സ്, നല്ല വലിയ കിതാബുകൾ റെഫർ ചെയ്തിട്ട് അതിന്റെ മോഡലുകൾ ഓരോന്ന് നോക്കിയിട്ടൊക്കെ വലിയ ജോലി ചെയ്ത ശേഷം പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, അതല്ലാതെ നമ്മൾ റിസർച്ച് ചെയ്ത സ്ഥലങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമുണ്ടാവും. ക്ലിയർ. അടുത്തത്, നമ്മുടെ 3 ദിവസത്തെ കോഴ്സുകൾ കഴിഞ്ഞു. നമ്മുടെ പ്രവാസിതത്തിന്റെ ഇന്നർ സർക്കിൾ എല്ലാ ആഴ്ചയിലും നമ്മൾ പങ്കെടുത്തു, അല്ലെങ്കിൽ എൻ്റെ റെക്കോർഡിങ്ങുകൾ കണ്ടുപോയി നമ്മൾ തുടർച്ചയായി പോയി തുടങ്ങുമ്പോൾ നമുക്ക് ബോണസ് കോഴ്സിലേക്ക് എത്തും. 3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ബോണസ് കോഴ്സിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ബോണസ് കോഴ്സ് ഓപ്പൺ ആവുള്ളൂ. ബോണസ് കോഴ്സ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കാണാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കൊരു ഓർഡർ ഉണ്ട്, ഒരു റെസിപ്പി നമ്മൾ പറയുന്നത് പോലെ ചെയ്താൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഡിഷ്, ഒരു ബർഗർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത്, നാലാമത് ചെയ്യേണ്ടത്, അഞ്ചാമത് ചെയ്യേണ്ടത് കാര്യങ്ങളുണ്ട്. അഞ്ചാമത് ചെയ്യേണ്ട ആദ്യം ചെയ്താൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. അപ്പം അതിനൊരു ഓർഡർ ഉണ്ട്. അതേപോലെ നമ്മുടെ കോഴ്സിന് ഒരു ഓർഡർ ഉണ്ട്. 3 ദിവസം പൂർത്തിയാക്കുക, നമ്മുടെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക. അതിനുശേഷം നമ്മുടെ നമ്മുടെ ആഴ്ചയിൽ ഒരിക്കലുള്ള നമ്മുടെ ഈ കൂടിച്ചേർ വീക്കിലി ഇന്നർ സർക്കിൾ, ഈ ലൈവില് ഏകദേശം ഒരു 5-6 ഇന്നർ സർക്കിളുകൾ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ബോണസിന്റെ സ്റ്റെപ്പിലേക്ക് പോയാൽ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇതിനിടയ്ക്ക് കാണാൻ സൗകര്യമുള്ളവർ കാണുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ എന്നാലും 3 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ബോണസിലേക്ക് പോകുള്ളൂ. ബോണസ് തന്നെ നമ്മൾ പറയുന്ന അളവിൽ, പറയുന്ന ലെവലിൽ അത് പോയാൽ മാത്രമേ നമുക്ക് ഒരേപോലെ അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? ബോണസ് കോഴ്സുകൾക്ക് ശേഷം ഹാക്കത്തോണിന് വേണ്ടി നമ്മളിന്ന് തയ്യാറാക്കേണ്ടതുണ്ട്. ഹാക്കത്തോൺ എന്ന് പറയുന്നത് വളരെ മനോഹരമായ, അത്ഭുതകരമായ റിസൾട്ട് തരുന്നൊരു കാര്യമാണ്. ശരിക്കും ഹാക്കത്തോൺ എവിടെയാണ് നടക്കുന്നത് വെച്ചാൽ, ഹാക്കത്തോൺ ശരിക്കും നടക്കുന്നത് കോഡിംഗ് ഏരിയയിലാണ്. ഈ എന്താണ് നമ്മൾ പറയാ, പ്രോഗ്രാം സോഫ്റ്റ്വെയർ എഴുതുന്ന ആളുകളുടെ അവരുടെ സോഫ്റ്റ്വെയർ ലാംഗ്വേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അവരെല്ലാം പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. സാധാരണ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. കോഡിങ് പഠിച്ചു, അതിന്റെ കണക്ഷൻ പഠിച്ചു, സ്ട്രിങ് എല്ലാവർക്കും അറിയാം, പ്രോഗ്രാമിലും മിടുക്കന്മാരായിരിക്കും. പക്ഷേ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. അതിനുവേണ്ടി ഹാക്കത്തോണിന്റെ ഒരു സിസ്റ്റം സാധാരണ നടത്താറുണ്ട്. ആരെങ്കിലും IT ആയിട്ട് ബന്ധമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഹാക്കത്തോണിന്റെ ബേസിക്സ് ആണ്, അതിൽ നിന്നാണ് അതിന്റെ കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. അത് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വലിയ ടീം, കോഡേഴ്സിന്റെ, ഈ പ്രോഗ്രാമേഴ്സിന്റെ കോഡേഴ്സിന്റെ വലിയൊരു ടീം ഒരുമിച്ച് കൂടും. എന്നിട്ട് വലിയൊരു പ്രോജക്റ്റിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ഭാഗങ്ങളാക്കി, ചങ്കുകളാക്കിയിട്ട് ചെറിയ ടീമുകൾക്ക് കൊടുക്കും. ഒരു 6 പേരുടെ 7 പേരുടെ ടീമിന് കൊടുക്കും. ആ ടീം അവരവരുടെ ഭാഗത്തുള്ള ഭാഗങ്ങൾ തീരുമാനിക്കുകയും പൂർത്തീകരിക്കുകയും അതിനുശേഷം ബാക്കിയുള്ളവരായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുകയും ചെയ്യും. ഈ കണക്ഷൻ കഴിയുന്നതോടുകൂടി അവർക്ക് വേറെ ഏത് ജോലി വന്നാലും ചെയ്യാൻ പാകമായിട്ട് അവർ മിടുക്കന്മാരാവും. ഇതേപോലെ ഇതിന്റെ കൺസെപ്റ്റാണ് ഇത് മാത്രം. ഇത് കൺസെപ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഹാക്കത്തോണിന്റെ. ഇത് കോച്ചിങ് ഇൻഡസ്ട്രിയിൽ വളരെ വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെ കാര്യമായി ചെയ്യാം. റിയൽ എസ്റ്റേറ്റിൽ ഹാക്കത്തോണിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹാക്കത്തോണിൽ 4 വീടുകളുടെ ഒരു കളക്ഷനാണ്. നമ്മൾ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം പറയുന്നുണ്ട്. നിങ്ങൾ കോഴ്സിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ആ ക്ലസ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കും. സ്വന്തം വീട് ഉണ്ടാക്കാൻ പ്രാപ്തനാവും. അതുപോലെ ക്ലസ്റ്ററിലേക്ക് വരെ എത്താനുള്ള എല്ലാ യോഗ്യതകളും ഇതുകൊണ്ട് നേടും. അപ്പോൾ ഹാക്കത്തോണിന് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ കോഴ്സുകൾ ഫിനിഷ് ചെയ്ത് മുന്നോട്ട് പോകുന്നോ
എത്ര നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യുന്നോ അതിനനുസരിച്ച് പെട്ടെന്ന് നമുക്ക് ഹാക്കത്തോണിലേക്ക് പോകാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ യാത്രയുടെ വഴികളുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണം. പ്രവാസിത ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. 3 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം. ഇന്നർ സർക്കിൾ കോഴ്സിൽ സജീവമായി പങ്കെടുക്കണം. ബോണസ് കോഴ്സുകൾ അതായത് പറയുന്ന അനുസരിച്ച് നമ്മൾ ഇന്നർ സർക്കിളിന്റെ നിർദ്ദേശം അനുസരിച്ച് അത് പൂർത്തിയാക്കണം. ഹാക്കത്തോണിന് വേണ്ടി തയ്യാറാവണം. ഇതാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട നമ്മുടെ മുമ്പിൽ ആദ്യത്തെ ലക്ഷ്യങ്ങൾ. തൊട്ടടുത്തുള്ള ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. ക്ലിയർ അല്ലേ? ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ, നമുക്ക് കിട്ടിയതിൽ എല്ലാം അനുഗ്രഹങ്ങളാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ശരീരം, ആരോഗ്യം, സമ്പത്ത്, സമയം, ബുദ്ധി, ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് അറിയാമോ? നമ്മളെല്ലാം പറയും സമയമാണെന്ന് പറയും. സംശയമൊന്നുമില്ല, സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആ സമയത്തിൽ നമ്മുടെ ഫോക്കസിങ് കറക്റ്റ് ആയില്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവും. 2 പേർക്ക് ഒരേപോലെ സമയം കിട്ടി. ഒരാള് ചെയ്യേണ്ട ജോലിയിൽ ഫോക്കസ് ചെയ്തു, ഒരാള് ഡിസ്ട്രാക്റ്റഡ് ആയി പല ജോലികളിൽ പോയി. എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് മുന്നിൽ വെക്കേണ്ട ഏറ്റവും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ വെഹിക്കിൾ നമ്മൾ അതിനെ കണക്ട് ചെയ്യേണ്ടത് ഫോക്കസിലേക്കാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം ഇതെല്ലായിടത്തും ആവശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ ആ നമസ്കാരം എത്ര നന്നാവും. അത് ഫോക്കസ്ഡ് ആവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈമാനികമായ ശക്തി കൂടണം. നമ്മൾ എത്ര കൂടുതൽ അള്ളാഹുവിന്റെ കാര്യങ്ങൾക്ക്, അള്ളാഹുമായി ബന്ധപ്പെട്ട ദീനുമായ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ ഈമാന്റെ ശക്തി കൂടും. ഇതേപോലെ ആ ശ്രദ്ധ, ഈമാന്റെ ശക്തി ഉള്ളതോടുകൂടി നമ്മൾ നമസ്കരിക്കുന്നതും വേറെ എന്തൊക്കെയോ ജോലികളിൽ നമ്മൾ ഓടി വന്ന് നമസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസം എന്താണ്? അവിടെ ഫോക്കസിങ്ങിന്റെ വ്യത്യാസമാണ്, ശ്രദ്ധയുടെ വ്യത്യാസമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും, ദുനിയാവിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ഉണ്ടാവണം. അടുത്തൊരു 90 ദിവസം നോക്ക്, ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മൾ ഓരോരുത്തരും ഞാൻ ഈ സംസാരിക്കുന്നത് 1 ലക്ഷത്തിലധികം വരുന്ന ആളുകളോടാണ്. എൻ്റെ മുമ്പിൽ ഇപ്പൊ ആകെ കുറഞ്ഞ വിരലുണ്ടാവുന്ന ആളുകളേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് വലിയൊരു കൂട്ടത്തോടാണ്. നമ്മുടെ കുറേ ആളുകളുടെ പ്രശ്നങ്ങൾ മാറാനുള്ള ഒരു വഴിയാണിത് പ്രവാസിത. കുറേ പേരെ സഹായിക്കാനുള്ള വഴിയാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദുനിയാവിൽ നമ്മൾ നോക്കിയാൽ അറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ആ മനുഷ്യനെ പിന്നെ ആർക്ക് തടയാൻ പറ്റും? ഒരു മനുഷ്യനെ സഹായത്തിന് അവൻ അർഹനാവുന്നത് എപ്പോഴാണ്? അവൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാവുമ്പോഴാണ്. നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. നമ്മുടെ മുമ്പിലെ ലക്ഷ്യം അത് വലുതാവണം, നമ്മളെ ഭയപ്പെടുത്തുന്നതാവണം. ശരിക്കും ഒരാളെ ഭയപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു ലക്ഷ്യം അയാളുടെ മുമ്പിലുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നും അയാളെ കൊണ്ട് ചെയ്യിക്കൂല. ഇത് ഞാൻ പറയുന്നതല്ല, ലോകപ്രശസ്തമായ ഒരു കോട്ടാണ്. നിന്നെ സ്കെയർ ചെയ്യിപ്പിക്കണമെന്ന് പറയും. നിന്റെ ഗോൾ നിന്നെ സ്കെയർ ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിഗ് ഇനഫ്. ഇത് വലുതൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിലെ ലക്ഷ്യം, നിങ്ങൾ 3 ദിവസത്തിലേക്ക് പോകുമ്പോൾ അറിയാം, നമ്മുടെ അവാർഡുകളുടെ മുന്നിൽ അവാർഡുകൾ ഓരോന്ന് പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ അവാർഡ് എന്താണ്? 3 ദിവസത്തെ ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടലാണ്. ഇതൊരു ഗെയിമിഫിക്കേഷനാണ്. നമ്മുടെ കോഴ്സ് സജീവമായിട്ട് മുന്നോട്ട് പോകും. ചെറിയ കുട്ടികൾ കളിക്കുമ്പം അവരുടെ മൊബൈലിൽ ഇടയ്ക്ക് ഒരു കോയിൻ കിട്ടും. കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് ആണ്. പക്ഷെ ആ ഇമേജ് കഴിഞ്ഞ് അടുത്ത 2ാമത്തെ ഗോൾഡ് കോയിനിലേക്ക് പോകാൻ വേണ്ടി അവർ കിടന്ന് പാടുപെടുന്ന കാണാം. ആ മുന്നോട്ട് അവരെ കൊണ്ടുവന്നിട്ട് ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. നമുക്കിത് പ്രവാസത്തിൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ്, ഞാൻ നിങ്ങളോട് ഒരു സെന്റൻസ് പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഉള്ളിലെങ്കിലും ഒന്ന് ചിരിക്കും. നിങ്ങൾ ഓരോരുത്തരും അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്ന അവാർഡുകളിൽ ഏറ്റവും മനോഹരമായി, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അവാർഡ് അത് 100 crore അവാർഡാണ്. 100 crore അവാർഡാണ്. 100 കോടിയുടെ അവാർഡാണ്. എന്താണ് 100 കോടിയുടെ അവാർഡ്? 100 കോടി രൂപ മൂല്യമുള്ള പ്രോജക്റ്റ് നിങ്ങൾ ഒരാൾ പൂർത്തിയാക്കി ആദ്യം അത് വാങ്ങാൻ വേണ്ടി പ്രവാസികളുടെ കുറേ ആളുകൾ, എൻ്റെ മുന്നിൽ കാണുന്ന ഒരു വിഷനാണ് ഞാൻ പറയുന്നത്. കുറേ ആളുകൾ, പ്രവാസികളായ കുറേ ആളുകൾ നമ്മൾ ഇതുപോലെ ക്യാമറയുടെ മുമ്പിലല്ല, ലൈവായി നമ്മൾ കൂടും. അവിടെ വെച്ചിട്ട്
100 കോടിയുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കി ആ അവാർഡ് വാങ്ങാൻ വേണ്ടി ആ എല്ലാവരുടെയും മുമ്പിലൂടെ കടന്നു വരുന്ന ഒരാൾ അത് നിങ്ങളാവണം, താങ്കളാവണം എന്ന് ഓരോരുത്തരോടും ഞാൻ ആഗ്രഹിക്കുകയാണ്. തയ്യാറല്ലേ? ഇതെങ്ങനെ നടക്കും? 100 കോടിയോ 10 കോടി 1 കോടി പോലും എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ആളാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഗോൾ വലുതാണ്, അതിലേക്ക് നമുക്ക് എത്തണം. പക്ഷെ നിങ്ങൾ ഇപ്പം അതൊന്നും ആലോചിക്കണ്ട, അതിനെപ്പറ്റിയൊന്നും ഇപ്പം ബേജാറാവണ്ട. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് 3 ദിവസത്തെ ഈ കോഴ്സ് ഇത് പൂർത്തിയാക്കണം, സ്കിപ്പ് ചെയ്യാതെ. ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പം പ്രവാസത്തിന്റെ യാത്രയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സാധാരണ നമ്മുടെ ഇന്നർ സർക്കിളിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഏകദേശം ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് നമ്മൾ ആദ്യം എടുത്ത് സംസാരിക്കുക. നമ്മുടെ കോഡ് ഓഫ് ഓണർ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആ സബ്ജക്റ്റ് കഴിഞ്ഞാൽ നമ്മളൊരു ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യും. ആ സബ്മിഷനിൽ നിങ്ങൾക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്യാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ. ടൈപ്പ് ചെയ്ത ആ ക്വസ്റ്റ്യനെയറിൽ നിന്നാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, തുടക്കത്തിലാണ്. കുറച്ച് ദിവസം നമുക്ക് ഡയറക്റ്റ് തന്നെ പോകാം. സജീർ, യെസ് പറയൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നേരത്തെ സക്കാത്ത് ഒരു സദക്കാന്ന് ചോദിച്ച കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10% നമ്മള് സക്കാത്തിന്റെ വീതായിട്ടാണോ അല്ലെ മറ്റേ സദക്കയായിട്ട് കൊടുക്കുന്നത്? അല്ലേ ഉള്ളൂ. അല്ല ചോദിക്ക, അതിലാണോ വെക്കേണ്ടത് ചോദിക്കാം. അല്ല, അത് എന്താണെന്നറിയാം, നമ്മള് ശരീഅത്തിന്റെ ഒരു കാര്യത്തിൽ ഇടപെടൂല. അല്ല, ജസ്റ്റ് ഒന്ന് ചോദിച്ചാന്ന്. കുഴപ്പമില്ല, ചോദ്യത്തിൽ ഒരു പ്രശ്നമില്ല. നല്ല ചോദ്യം. അല്ല അത് ആ 10% സദക്കയായിട്ടല്ലേ കൊടുക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്, ചാരിറ്റിയിലല്ലേ? അതെ, ചാരിറ്റി. അതായത് നിർബന്ധമല്ലാത്തല്ല അതെന്നാ ചോദിച്ചത്. നിർബന്ധമുള്ളത് വേറെയാണ്. അത് പിന്നെ ഞാന് മനസ്സിലായി, അത് ക്ലിയർ ആണ്. പിന്നെ ഞാൻ വേറൊന്ന് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ നമ്മള് ദൈനംദിന ചെലവ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ് ഉണ്ടാവുക. ഇപ്പൊ എത്ര വലിയ ശമ്പളം, 10,000 ദിർഹം ശമ്പളം വാങ്ങിക്കുന്നവർക്ക് പഠിച്ചോൻ അതിനണക്കായിട്ടുള്ള ഷുഗറിൽ ഏർപ്പെടുത്തും. മനസ്സിലായല്ലോ? അപ്പോ രണ്ടും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. അപ്പൊ ഞാൻ ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സുകള് ഫസ്റ്റ് ഇപ്പൊ 3 ദിവസത്തെ 3 ഡേ കോഴ്സ്, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം, ഇത് നമ്മള് എന്താണെന്ന് ഒരു ഫൗണ്ടേഷൻ ഇടുന്നതാണോ? നമ്മൾ ശരിക്കും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ ശേഷമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ഞാൻ ഒരു ചെറിയ 2-3 സെന്റൻസിൽ അതൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറയാം. നമ്മുടെ ബേസിക് പ്രശ്നം ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യവും അറിഞ്ഞു ചെയ്യുന്നവരല്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് പ്രശ്നം അല്ലേ? അറിവില്ലായ്മ എന്ന് വെച്ചാല് ഞാൻ പറയുന്നത് കുറെ നോളജ് അല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാനൊരു വീടുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ സത്യത്തില് എനിക്ക് എന്താണ് എന്റെ ആവശ്യം, എന്താണ് എന്റെ റിക്വയർമെന്റ് എന്താണെന്നുള്ള കാര്യം സത്യത്തിൽ എനിക്ക് അറിയില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് എന്നെ അറിയില്ല സത്യത്തില്. ഞാൻ 52 വയസ്സുള്ള ഒരാളാണ്. ഈ 52 വയസ്സിൻ്റെയൊക്കെ ശരിക്കും ഞാൻ എന്നെ പറ്റി ഒന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ എവിടെയാണ് കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു കൺസൾട്ടേഷൻ കമ്പനി എന്ന് വിചാരിച്ചു, ഒരു നല്ല ടോപ്പ് മോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കൺസൾട്ടേഷൻ കമ്പനി. ഈ കമ്പനിയിലേക്ക് ഒരു ക്ലയന്റ് വരികയാണ്. ഒരു കമ്പനി നടത്തുന്ന സൗദിയിലുള്ള ഒരു കമ്പനി വന്നിട്ട് പറയാണ്, ഞങ്ങൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്, പക്ഷേ ഇപ്പം ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ട്, ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം, അതുകൊണ്ട് നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളുമായിട്ട് എഗ്രിമെന്റ് എഴുതി നമുക്ക് ഫീസൊക്കെ തന്നു. നമ്മൾ അതിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായി. ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ കമ്പനിയെ ഒന്ന് അസസ് ചെയ്യലാണ്, ആ കമ്പനി എന്താണെന്ന് അറിയലാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റുള്ളൂ. അതായത് ആ കമ്പനിക്ക് എന്താണ് അതിന്റെ സ്ട്രെങ്ത്, എന്താണ് അതിന്റെ വീക്ക്നെസ്, എന്തൊക്കെയാണ് അതിന്റെ അസറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അതിനെ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് തുടങ്ങി അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയണം. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഇത് തന്നെയാണ് വേണ്ടത്. ഒരാളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഞാൻ എൻ്റെ വീടുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആ വീട് എനിക്കാണ്. എൻ്റെ വീടാവുമ്പോൾ എൻ്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് എനിക്ക് അറിയണം. അതിന് ഞാൻ എന്നെ അറിയണം, അഥവാ എൻ്റെ കുടുംബത്തെ അറിയണം, എൻ്റെ കുടുംബാംഗങ്ങളെ അറിയണം. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് അതിന്റെ അടിസ്ഥാനമാണെന്ന് പറയാനുള്ള കാര്യം വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ നമ്മളെ അറിയലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പൈസ തന്നിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ പ്ലാൻ നമുക്ക് ആവശ്യമുള്ളത് വലുതായി പോകുന്നത്? നമ്മുടെ കുടുംബത്തിന് എന്താണ് ആവശ്യമുള്ളത്, അവരെങ്ങനെ? ഇപ്പൊ നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് അറിയണം, നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് സെൽഫ് സർവേ നടത്തണം നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച്, നമ്മുടെ ഫാമിലി സർവേ നടത്തണം. ഇതിനെല്ലാം ശേഷം മാത്രമേ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ട വീട് ഇത്ര സ്ക്വയർ ഫീറ്റില്, ഇത്ര റൂമുകളോടുകൂടി, ഇങ്ങനെ അവസ്ഥയിൽ, അത് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ അപ്പോഴേ പറ്റുള്ളൂ. ഇത് ക്ലിയർ ആണോ? ഇതിലേക്കുള്ള വഴികളാണ് നമ്മുടെ ഈ ബോണസ് കോഴ്സ്, നമ്മുടെ ഇന്നർ സർക്കിള്, ഇതെല്ലാം അതിലേക്കുള്ള വഴികളാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? പ്ലീസ്.
ഓക്കെ. ഞാൻ ഇപ്പോ ഇതില് പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീടില്ലാത്തവർക്ക് മാത്രമുള്ള സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടാനുള്ള, അതായത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളൊരു കോൺട്രിബ്യൂട്ടർ ആണോ? അപ്പോ നമ്മളിവിടുന്ന് റിട്ടയർമെന്റ് ആയിട്ട് പോകുമ്പോൾ ചില ആൾക്കാർക്ക് കുടുംബപരമായിട്ട് വീടുണ്ടാവും, ഉം, സപ്പോസ് ഉം, ഇങ്ങനെ ഓർഡർ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഉം. അവർ ഇത് ശരിക്കും നമ്മൾ റിട്ടയർമെന്റ് ആയിട്ട് പോകുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിരിക്കണം. നമ്മള് വരുന്ന തലമുറക്ക് നമ്മൾ നല്ലത് വിട്ടേച്ച് പോകണം, കറക്റ്റ്, അവരെ ഇജ്ജത്തോടെ ജീവിക്കാനാക്കണം. കറക്റ്റ്. ഇതും കൂടിയല്ലേ ഉദ്ദേശം എന്ന് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ കൂടെ തീർച്ചയായിട്ടും, ഒന്നും കൂടി തീർച്ചയായിട്ടും. ചോദിക്കാം, ആ, ഇതൊരു ബിസിനസ്, ഒരു ഇതാണല്ലോ, ഒരു ബിസിനസ് ഫോമാണല്ലോ, നിങ്ങളിപ്പോ ഒരു സ്ട്രാറ്റജി ആണല്ലോ എടുത്തുകൊണ്ടാണ്. അതെ. ഇത് ഈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് കൂടുതൽ ഇത് ഗവേഷണം ചെയ്ത് എടുത്ത ഒരു മോഡലാണ്, കുറെ ആൾക്കാരോട് ചോദിച്ച മോഡലാണ് എന്ന് പറഞ്ഞത്. ഉം. അപ്പോ ആ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും പഴകി തെളിഞ്ഞ് ഇത് എക്സ്പീരിയൻസ്ഡ് ആയ മോഡലാണോ, അല്ല ഒരു പുതിയൊരു ആശയാണോ, അങ്ങനെ ഒരു ഉണ്ട്. അല്ലല്ല, ഇത് സത്യത്തില് പ്രാക്ടിക്കലി ഉള്ള കാര്യം തന്നെയാണ്. ആ നമ്മൾ അതിനെ കണക്ട് ചെയ്യാണ്. അതായത് നമ്മൾ ഡോട്ട് കണക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഡോട്ട് കണക്ട് ദ ഡോട്ട്സ് എന്ന് പറയും. ഉം, അതായത് നമ്മൾ ഒരു ചെറിയൊരു കാര്യം എടുക്കാം. അതായത് സാധാരണ ഒരാൾക്ക് തോന്നും, എനിക്ക് കൺസ്ട്രക്ഷൻ പറ്റുമോ? ഇത് ഒരാൾക്ക് സാധാരണ തോന്നുന്ന ഒരു കാര്യമാണ്. ഇതുവരെയും ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള ഒരാളല്ല, അല്ലെങ്കിൽ ബിൽഡർ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളല്ല, എനിക്കിത് പറ്റുമോ? നമ്മൾ അവിടെ ഒരു ഡോട്ട് കണക്ട് വെച്ചാൽ മൊയ്തു എന്ന് പറയുന്ന ഒരു ആളിനെ, മൊയ്തു എഞ്ചിനീയറിനെ നമ്മൾ കണക്ട് ചെയ്യും. മൊയ്തു എഞ്ചിനീയർ ആരാന്ന് വെച്ചാൽ നമ്മുടെ വെബിനാറിൽ നമ്മൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പറഞ്ഞു മൊയ്തു കേട്ടിട്ടുണ്ട്. എഞ്ചിനീയർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒന്നിനും യെസ്. കൊള്ളില്ല എന്ന് പറയുന്ന ഇത് ഇത്ര ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ചുറ്റും എത്രയോ മൊയ്തു എഞ്ചിനീയർമാർ ഒന്നുമില്ലാത്തതിൽ നിന്ന് 60, 40, 60 ഫ്ലാറ്റുകളും 10, 12 നിലകളുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്കത് പറ്റുമെങ്കിൽ നമുക്ക് പറ്റും. പിന്നെ നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരെ എടുത്താലും നമുക്ക് ഇതേപോലെ കുറെ സ്കിൽ സെറ്റുകൾ നമ്മൾ സെൽഫ് ലേൺഡ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ കോഴ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്കിപ്പം കോഴ്സിന്റെ ആ ഒരു അവിടെ എത്താതെ മനസ്സിലാവില്ല. പക്ഷെ നിങ്ങളുടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഇത് സമ്പത്തുണ്ടാക്കലുണ്ട് ഇതിനകത്ത്, നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തലുണ്ട്, നമുക്കൊരു കമ്മ്യൂണിറ്റി കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമ്മുടെ ആഹ്റത്തിലേക്കുള്ള യാത്രയുണ്ട്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതെല്ലാം കണക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാ അതാ എളുപ്പമാക്കി തരട്ടെ. ആമീൻ, അപ്പൊ ആമീൻ, ഇതെന്ന് ആമീൻ. പറഞ്ഞു കഴിഞ്ഞാല് നമ്മളോടൊപ്പം നമ്മളൊരു സമൂഹവും കൂടെ വളരുന്ന ഒരു തീർച്ചയായിട്ടും. നല്ലൊരു ബിസിനസ് പോളിസി. അതായത് സെൽഫായി നമുക്ക് മാത്രമല്ല, നമ്മളെ കൂടെ നമ്മൾ ഏൺ ചെയ്യുമ്പോൾ നമ്മളെ കൂടെയുള്ള ഒരു കമ്മ്യൂണിറ്റി അവരും കൂടെ ഏൺ ചെയ്യും. ഒരു ഒരു എന്താ പറയാ, ഒരു സാഹോദര്യത്തിലൂടെ പോകുന്ന ഒരു ബിസിനസ് ഐഡിയ ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റാണ്, കറക്റ്റാണ്, കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഇതെല്ലാം എന്നാ കണക്റ്റഡ് ആണ്. ഇൻഷാ അല്ലാ. നമ്മൾ ഇതെല്ലാം വളരെ ആഴത്തില് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് അതിനെ ക്വാളിറ്റി ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മളിത് കോഴ്സിലേക്ക് കൊണ്ടുവന്നത്. കുറേ മെന്റർമാർ, ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഉണ്ടായതൊരു കാര്യമല്ല. അതിന്റെ പിന്നിൽ നല്ല സ്ട്രെയിനോട് കൂടിയുള്ള എഫേർട്ട് നടന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഇൻഷാ അല്ലാ. പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്യട്ടെ, ഞാൻ ഒരു കുഴപ്പമില്ല. ക്ലാസ് ഉണ്ട്. നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതില്ലെങ്കിൽ നമ്മൾ അടുത്ത. അല്ല, ഇനി എല്ലാ അനുവാദം ചോദിച്ച് സ്കിപ്പ് ചെയ്യുന്നത്, കാരണം ഇല്ല, നമുക്കൊരു കുഴപ്പമില്ല, ക്ലാസ് കുഴപ്പമില്ല, ഉണ്ട്. ഒരു ഇൻഷാ പ്രശ്നമില്ല. അല്ലാ. എനിക്കറിയാം ഗൾഫിൽ ഓക്കെ. ജോലി ചെയ്യുന്ന അസ്സലാമു ഓരോരുത്തരുടെ അവസ്ഥ അറിയാം. ജസാക്കല്ലാ ഖൈർ, ബാറക്കല്ലാ സജീർ. വാൻതും താങ്ക് യു, താങ്ക് ജസാക്കുമുല്ലാ യു, ഖൈർ താങ്ക് യു. വബാറകല്ലാഹു ഫീക്. അടുത്ത അസ്സലാമു ലൈവിൽ പങ്കെടുക്കണം. അടുത്ത ബുധനാഴ്ച കൈ നിർത്തോളാം ഇൻഷാ ഇൻഷാ അല്ലാ. എനിക്ക് ഈ ആശയത്തോട് വളരെ താല്പര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം കണക്റ്റഡ് ആണ്. നമ്മളെ ഇപ്പോ മറ്റുള്ള റിലിജൻസ് ആൾക്കാർ ഇതിൽ ഉണ്ടോന്ന് അറിയില്ല. റിലിജനുമായിട്ട് കണക്റ്റഡ് ആണ്. എത്തിക്സ് ഉണ്ട്, അല്ലാ. അതായത് ഇതിനൊരു ബേസ് ഉണ്ട്, എത്തിക്സ്. അതെ, അതെ, ഉണ്ടാവണമല്ലോ. അതായത് ആ ഒരു അടിസ്ഥാന, അതായത് ആ അല്ല, സജീർ സത്യസന്ധത, സജീർ കോഡ് ചോദിച്ച ഓഫ് കാര്യത്തിൽ ഓണർ, കോഡ് ഓഫ് പറഞ്ഞു. ഓണർ, ആ 9, 7 കോഡ് ഓഫ് ഓണർ. ആ ആ, കോഡ് ഓഫ് ഓണറിൽ ഓരോ കാര്യത്തിലും ഒരു അടിസ്ഥാനം ഉണ്ട്, ഒരു അതെ, അതെ. സത്യസന്ധത, ഒരു ക്ലിയർ, നമ്മളെ ഉദ്ദേശം എന്താണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇതിൽ താല്പര്യമാകുന്നത്. ഇൻഷാ അല്ലാ. ജസാക്കല്ലാ ഖൈർ. എളുപ്പമാക്കി തട്ടെ. അല്ല, ഇതിനകത്ത് ചെറിയൊരു ക്ലാരിറ്റി ആവശ്യമുള്ള സ്ഥലം വെച്ചാൽ നമ്മളിത് മുസ്ലിമീങ്ങളെ മാത്രമൊന്നും അല്ല, എല്ലാവരും. പക്ഷേ നമ്മുടെ ഭാഷ ഉം. ഇതാണ്, നമ്മുടെ ഭാഷ അതെ, അതെ. ഇതാണ്, അല്ല, നമ്മുടെ നമ്മളെ വേഷം ഇതാണ്. അടിസ്ഥാനം, അടിസ്ഥാനം ഒരു കുഴപ്പമില്ല അതും ഇതിനകത്ത്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാല് നമ്മളെ വ്യക്തിത്വം എന്താണോ അത് സത്യസന്ധമായിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ അത് ഞാൻ അതെ. മറ്റുള്ളവർ പ്രസന്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇല്ല, 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 നമ്മള് തീർച്ചയായിട്ടും ഇല്ല. ഒരു മാറ്റി സംസാരമോ വേറൊരു രീതിയിലുള്ള സംസാരങ്ങളോ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് എനിക്കിത് വളരെയധികം നിങ്ങളെ പൊക്കി പറയുന്നത് അല്ല, മാഷാ ശരിക്കും അല്ലാ, മാഷാ അല്ലാ. തെറ്റാണ്, അല്ലല്ല സജീർ, അത് തെറ്റാണ്. മാത്രമല്ല, നമ്മുടെ ഈ ആ കോഴ്സിൽ നമ്മളെ സഹായിക്കുന്നതിൽ
പ്രസാദ് ഉണ്ട്, അതെ അതെ പിന്നെ അതെ പ്രവീൺ ഉണ്ട്, അതെ 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 എന്താ പറയാ, പിന്നെ സോണി ഉണ്ട്. പല അതെ അതെ അവർക്ക് നിങ്ങൾ കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം അവർ കണ്ട് ഇങ്ങനെ തന്നെ അവരുടെ മുമ്പിൽ അതെ അതെ അവതരിപ്പിച്ചിട്ട് ഇങ്ങനെ തന്നെ അവരോട് ഇടപെട്ടിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതെ, നമ്മളെ കുഴപ്പമില്ല. വ്യക്തിത്വം മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളത് അത് വളരെ നല്ലൊരു കാര്യമാണ്. അള്ള കാരണം തൗഫീഖ് നമ്മളെ ചെയ്യട്ടെ, ആ അള്ള ആ തൗഫീഖ് ആ ചെയ്യട്ടെ. ആ ഓക്കെ, ഓക്കെ വേറെ ഗുഡ്. ആരെങ്കിലും ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. ബഷീർ സാബ്, മുഹമ്മദ് ഉണ്ട്, മുഹമ്മദ് ബഷീർ ഉണ്ട്, ബഷീർ ഇ കെ ഉണ്ട്, ഷമീം. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച നേരിട്ട് കാണാം. അതിനു മുമ്പ് ഈ 3 ദിവസത്തെ കോഴ്സ് നമുക്ക് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അവൈലബിൾ ആണ്. ഇമെയിൽ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതിയോ? ഓക്കെ, ആർക്കൊന്നും ചോദ്യങ്ങളില്ലെന്ന് തോന്നുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.